ആദിവാസി കോളനികളിലെ കുട്ടികളുടെയും അമ്മമാരുടെയും ആരോഗ്യ സംരക്ഷണത്തിനായി മെഡിക്കൽ ക്യാമ്പുകൾ അടക്കമുള്ള നിരവധി പരിപാടികളാണ് ആരോഗ്യവകുപ്പ് നടത്തുന്നത്. എന്നാൽ ഇവിടെ മതിയായ യോഗ്യതയില്ലാത്തവരാണ് മരുന്നുകൾ വിതരണം ചെയ്യുന്നതെന്ന് വിവരാവകാശ രേഖകൾ തന്നെ തെളിയിക്കുന്നു. ST പ്രൊമോട്ടർമാരെ ഉപയോഗിച്ചാണ് മരുന്നു വിതരണം നടത്തുന്നത്. ഇത് നിയമവിരുദ്ധമാണെന്നാണ് ഫാർമസിസ്റ്റുകളുടെ സംഘടനയുടെ പരാതി. ട്രൈബൽ പ്രൊമോട്ടേഴ്സിനെ പരിശീലനം കൊടുത്ത് മരുന്നിന് വിതരണത്തിനാക്കി നിയോഗിച്ചിരിക്കുന്നു എന്ന്. ഇത്തരത്തിൽ മരുന്ന് കൊടുക്കുമ്പോൾ ദൂരവ്യാപകമായ ഫലങ്ങളാണ് ഉണ്ടാവുക. ചിലപ്പോൾ തലവേദന എന്ന് പറഞ്ഞു വരുന്ന വ്യക്തിക്ക് കൊടുക്കുന്നത് വയറുവേദനയ്ക്കോ മറ്റെന്തെങ്കിലും അസുഖത്തിനുള്ള മരുന്നോ ആയിരിക്കാം. ആദിവാസി മേഖലയിലെ പല ആശുപത്രികളിലും ഫാർമസിസ്റ്റ് ഇല്ലാത്തതിനാൽ നഴ്സുമാരാണ് മരുന്നുകൾ വിതരണം ചെയ്യുന്നതെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു. അംഗൻവാടികൾ വഴി വിതരണം ചെയ്യുന്ന മരുന്നുകൾ നൽകുന്നത് അംഗൻവാടി ജീവനക്കാരാണ്. ഫാർമസിസ്റ്റുകൾ മാത്രമേ മരുന്നുകൾ വിതരണം ചെയ്യാവൂ എന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് സർക്കാർ തന്നെ യോഗ്യതയില്ലാത്തവരെ ഉപയോഗിച്ച് മരുന്ന് വിതരണം ചെയ്യുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, കോഴിക്കോട്.